ഏറനാട് തിരൂരങ്ങാടി താലൂക്കുകളിലൂടെ കടന്നുപോകുന്ന KSEBയുടെ 110 kV ഇലക്ട്രിസിറ്റി ലൈനിൽ ക്രമക്കേട് ഉള്ളതായി പരാതി. പ്രദേശവാസികളാണ് പരാതിയുമായി എത്തിയത്. വില്ലേജിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇത് കടന്നു പോകുന്ന വില്ലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മയിലാടി എന്ന് പറഞ്ഞ മേൽമുറി പൂക്കോട്ടൂർ വില്ലേജ് തൊട്ടിട്ട് കിളിനക്കോട് എന്ന് പറഞ്ഞ പ്രദേശം, അതായത് വേങ്ങരയുടെ ഒരു പ്രദേശമാണ് കിളിനക്കോട് എന്ന് പറയുന്നത്. ആ പ്രദേശത്തേക്കാണ് ഇത് വരുന്നത്. ഏകദേശം 8 കിലോമീറ്ററിന്റെ ചുറ്റളവുണ്ട് ഈ ഏരിയ. അപ്പൊ ഈ ഏരിയയിൽ പെടുന്ന ഒരാളുകൾക്കും ഈ വിവരം കിട്ടിയിട്ടില്ല. ഈ കല്ലിടുന്ന സമയത്താണ് നമ്മൾ ഈ വിവരം. പൂക്കോട്ടൂർ മയിലാടി മുതൽ സബ്സ്റ്റേഷൻ നിർമ്മിക്കുന്ന കിളിനക്കോട് വരെ നീളുന്ന പദ്ധതിയുടെ 2020 പുറപ്പെടുവിച്ച ഗസറ്റ് വിജ്ഞാപനത്തിൽ പൂക്കോട്ടൂർ, പാണക്കാട്, ഊരകം, കണ്ണമംഗലം എന്നീ താലൂക്കുകളിലാണ് ഇലക്ട്രിസിറ്റി ലൈൻ കടന്നുപോകുന്നതായി അറിയിച്ചിരുന്നത്. അതിലേക്ക് മേൽമുറി വില്ലേജിലെ ജനവാസ മേഖലയെ ഉൾപ്പെടുത്തി അലൈൻമെന്റ് മാറ്റി ക്രമീകരിച്ചതിൽ അപാകതയുണ്ടെന്നും തങ്ങൾക്ക് മുൻകൂർ അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ലെന്നും ആക്ഷൻ കമ്മിറ്റി ആരോപിച്ചു. പ്രദേശത്തെ സ്വകാര്യ സ്ഥലങ്ങൾ കല്ല് സ്ഥാപിക്കുമ്പോഴാണ് പലരും വിവരം അറിയുന്നത്. കേസുമായി ബന്ധപ്പെട്ടപ്പോൾ 9 മാസം മുമ്പ് തന്നെ പഞ്ചായത്തിൽ അറിയിപ്പ് നൽകിയിരുന്നെന്നാണ് മറുപടി ലഭിച്ചത്. പ്രദേശവാസികൾ ഇത് സംബന്ധിച്ച് അറിയിപ്പൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. ഈ സംബന്ധിച്ച് ബന്ധപ്പെട്ട മന്ത്രിക്കും MLA, കളക്ടർ, KSEB ചീഫ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്നിവർക്ക് പരാതി നൽകിയിട്ടും അനുകൂല നടപടി ഇല്ലാത്ത സാഹചര്യത്തിലാണ്. ഊരകം, മേൽമുറി, കണ്ണമംഗലം പ്രദേശത്തെ നാട്ടുകാർ ചേർന്ന് ജനമുന്നേറ്റത്തിന് ഒരുങ്ങുന്നെന്നും അനുകൂല നടപടി ഉണ്ടാകുന്നവരെ പ്രതിഷേധ പരിപാടികളെ മുന്നോട്ട് പോകുമെന്നും ബന്ധപ്പെട്ടവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസസ് പാർട്ണർ സോഡിയാക് ഇലക്ട്രോണിക്സ്, ട്രാഫിക് സർക്കിൾ, കോട്ടപ്പടി, മലപ്പുറം.